ബജറ്റിൽ കേരളത്തെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് തോമസ് ഐസക് അങ്ങ് കരുതുന്നത്? അതെ, കേരളത്തിലുള്ള സമീനോട് കേരളം 1 രൂപ വരുമാനം ഉണ്ടാക്കുമ്പോൾ അതിൽ 20 പൈസയാണ്, അല്ല 15 പൈസയാണ് വായ്പ എടുക്കുന്നത്. കേന്ദ്രം 28 പൈസ. സംസ്ഥാനം 1 രൂപ ചെലവാക്കുമ്പോൾ അതിൽ 14 പൈസയാണ് പലിശ കൊടുക്കുന്നത്. കേന്ദ്രം 20 പൈസ പലിശ കൊടുക്കുന്നു. എന്നിട്ട് ഈ കേന്ദ്രമാണ് സംസ്ഥാന സർക്കാർ ഫിസിക്കലി സ്ട്രെസ് ആണെന്ന് പറഞ്ഞ് അതിനെ ചെറുകരിയാൻ വേണ്ടി എല്ലാ പണിയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ കുറച്ച് വിദ്വാന്മാരുണ്ട്. കേന്ദ്രം ഫിസിക്കലി സ്ട്രെസ്ഡ് ഒന്നുമല്ല, അതങ്ങനെയൊക്കെയാണ്. സംസ്ഥാനം കേന്ദ്രത്തിൻ്റെ പാതി കടബാധ്യത കേന്ദ്രത്തിൻ്റെ റെസീറ്റിലോ എക്സ്പെൻഡിച്ചറിലോ കടം മേടിക്കുന്നതും സർവീസ് ചെലവ് കേന്ദ്രത്തെക്കാൾ എത്രയോ താന്നിരിക്കുന്നു. ഈ സംസ്ഥാനം കടക്കണിയിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സമീപനമാണ് സംസ്ഥാനത്തോട് സ്വീകരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ കാതലായ പ്രശ്നങ്ങൾ ഈ ബഡ്ജറ്റിന് മുമ്പ് കൊണ്ടുപോയി നിവേദനം കൊടുക്കുന്നതിൽ മാത്രമല്ലല്ലോ. എനിക്കറിഞ്ഞൂടെ എന്താ നിവേദനം കൊടുത്തിട്ടുള്ളത്. ഐ നോട്ട് പ്രൈവറ്റ് ടു ദാറ്റ്. ബട്ട് എത്രയോ പ്രാവശ്യം കേരളം പറഞ്ഞിരിക്കുന്നു, കേരളത്തിലെ റബ്ബർ കൃഷിക്കാർക്കൊരു പാക്കേജ് കൊടുക്കൂ. ഉണ്ടോ? എത്ര നാളായി ഇന്ന് രാജ്യത്തിന് വേണ്ടിയിട്ടല്ലേ ആ സാക്രിഫൈസ്? ഈ ആസ്യം കരാർ കൊണ്ടുവന്നപ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിച്ച കാര്യമല്ലേ? എന്താ പറഞ്ഞത്? രാജ്യത്തിന് ഗുണകരമാണ് ആയിരിക്കാം, രാജ്യത്തിന് ഏറെ ഗുണമുണ്ടായി, പക്ഷെ കേരളത്തിന് നഷ്ടം. ആ നഷ്ടം വന്ന കേരളത്തിലെ റബ്ബർ കൃഷിക്കാർക്ക് എന്തെങ്കിലും ഒരു സഹായം കോൺഗ്രസ് സർക്കാർ നൽകിയിട്ടില്ല, ഈ BJP നൽകാൻ തയ്യാറുണ്ട്. ഇതല്ല കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. ഒരു എയിംസിൻ്റെ എണ്ണം ഇരട്ടിയിലേറെ വർദ്ധിച്ചു. ആരോഗ്യ മേഖലയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കേരളത്തിന് അതിൽ ഒരെണ്ണം തരാനുള്ള മനസ്സ് കോൺഗ്രസിനായാലും ഇവർക്കായാലും ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഓരോ കാര്യത്തിലും. ഡോക്ടർ ടി എം തോമസ് ഐസക്, അങ്ങ് നിരവധി തവണ നല്ല ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ധനമന്ത്രി കൂടിയാണല്ലോ. ഇപ്പോൾ അവതരിപ്പിച്ചത് ഒരു വോട്ട് ഓൺ അക്കൗണ്ട്, ഒരു ഇന്ററിം ബജറ്റ് അല്ലേ? ജൂലൈയിൽ അധികാരത്തിലെത്തിക്കഴിയുമ്പോൾ പ്രഖ്യാപനങ്ങൾ, അല്ലാതെ ഫ്രീ ബീസ് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട 2019 സാഹചര്യമില്ല എന്ന ഒരു രാഷ്ട്രീയ നിശ്ചയദാർഢ്യം ഇന്നത്തെ നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് പ്രസംഗത്തിന്റെ 58 മിനിറ്റിൽ ഭൂരിഭാഗവും നമുക്ക് കാണാമായിരുന്നു. അങ്ങും അത് ശ്രദ്ധിച്ചു കാണുമല്ലോ. പ്രഖ്യാപനങ്ങളല്ല, അല്ലാതെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഞങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതിനുള്ള മറുപടി എന്താണ്? മറുപടി, എൻ്റെ ഏറ്റവും വിഷണറി ബഡ്ജറ്റ് 2021 ഇന്ററിം ബഡ്ജറ്റാണ്. നോളജ് എക്കോണമിയുടെ സങ്കല്പം, അതിലേക്കുള്ള ചൂട് വളരെ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ഇന്ററിം ബഡ്ജറ്റാണെന്നുള്ളത് കൊണ്ട് അതിന് തടസ്സമൊന്നുമില്ല. ഇവിടെയും തടസ്സമില്ല. ഏത് നിയമ തടസ്സം നിൽക്കുന്നത്? നിയമ തടസ്സമല്ല, പ്രഖ്യാപനത്തിന്റെ ആവശ്യമില്ല. ജൂലൈയിൽ ഞങ്ങൾ പ്രഖ്യാപിക്കും, ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറയാതെ പറയുകയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. തുടർ ഭരണം ആവശ്യപ്പെടുകയാണ് ബജറ്റ് പ്രസംഗത്തിൽ പോലും. അതായിക്കോട്ടെ, അവർക്ക് ആഗ്രഹിക്കാനുള്ള, മോഹിക്കാൻ ആർക്കാ അവകാശമില്ലാത്തത്? ഒരു കാര്യം നോക്കൂ, ഈ മോഡി ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഈ പറയുന്ന നേട്ടമൊക്കെ കുറച്ചും കൂടി നേരത്തെ നേടിയേനെ. ഇന്ത്യ 5ാമത്തെ സമ്പദ്ഘടനയാവുന്നു എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ 60 വയസ്സാവും, 70 വയസ്സാവും, അനിവാര്യതയല്ലേ? ഇന്ത്യ ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നാൽ നമ്മൾ ഒരു സംശയവും വേണ്ട, ഇത്രയും ജനസംഖ്യ ഉള്ളത് മറ്റ് രാജ്യങ്ങളെ മറികടക്കും. പക്ഷെ മോഡി ഇല്ലായിരുന്നെങ്കിലേ 2 വർഷം മുമ്പായാനെ. എന്താ കാര്യം? മോഡി വരുന്നവരെ 10 വർഷക്കാലം ഇന്ത്യ വളർന്നത് 7.6% വേഗതയിലാണ്. മോഡിയുടെ ഭരണകാലത്ത് 5.8%. ഇനി കോവിഡ് കാലം മാറ്റിവെച്ചാൽ പോലും 6.8% വരത്തുള്ളൂ. എന്തുകൊണ്ടാ? ഇപ്പൊ പറയാതെ ഇങ്ങനെ വിഷയം വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ചെയ്ത മണ്ടത്തരങ്ങൾ കൊണ്ട്. ഡീമോണിറ്റൈസേഷൻ. ആ പുല്ലാപ്പുറ ബാലകൃഷ്ണന്റെ 75 വർഷത്തെ ഇന്ത്യ ഒന്ന് വായിച്ചു നോക്കണം. എങ്ങനെയാണ് മോഡി ഈ നോട്ട് നിരോധിച്ചു കഴിഞ്ഞിട്ട് വന്നാൽ പിന്നെ ആ തകർച്ചയിൽ നിന്ന് രാജ്യത്തെ രക്ഷയ്ക്ക് വേണ്ടി ചെലവ് കൂട്ടുക ഇല്ല, 12% കുറച്ചു സർക്കാരിൻ്റെ ചെലവ്. ദേശീയ വരുമാനത്തിൻ്റെ ഒരടിസ്ഥാനവും ഇല്ലാതെ പലിശ കൂട്ടി. ഞാനിപ്പോൾ
ഈ മാക്രോ എക്കണോമിക് പോളിസി പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ കൺവേ ചെയ്യത്തില്ല. പക്ഷേ കോവിഡ് കാലത്ത് ചെയ്ത് നോക്കൂ, ലോകത്തെ ഏറ്റവും സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ ഏറ്റവും കുറഞ്ഞ സ്റ്റിമുലസ് പാക്കേജ് ഇന്ത്യയുടേതാണ് എമർജിങ് എക്കോണമീസിലും വികസിത രാജ്യങ്ങളിലും. അതിന്റെ ഫലം എന്താ? അതിൽ നിന്നിപ്പോ ഒരു You are watching Reporter Evening Show.